റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തിയുടെ, സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം ആഖിറത്ത് നമുക്കെത്ര ബോധ്യമായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മരണാനന്തര ജീവിതത്തെ, അതിൻ്റെ സത്യതയെ നാം ഓരോ വ്യക്തികൾക്കും എത്രമാത്രം അത് മനസ്സിലായിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ഒരു സംശയവും ഇല്ല മരണാനന്തര ജീവിതം ഉണ്ട് എന്ന കാര്യത്തിൽ. അങ്ങനെയുള്ള സത്യവിശ്വാസികളെ കുറിച്ചാണ് സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ തന്നെ വിജയികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ദൃഢബോധ്യമുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബോധ്യം വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ നിലപാടിൽ മാറ്റം വരും. ആ ബോധ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ ദുനിയാവിനുള്ള പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തയിൽ വരും. അപ്പോൾ ഏതൊരു വിഷയത്തിൽ, അത് കുടുംബത്തിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടാകട്ടെ, എല്ലായിടത്തും ആ ഒരു കണ്ണുകൂടി വരും. ദുനിയാവ് തീരെ വേണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതിൽ നീ ആഖിറത്തിനെ ആഗ്രഹിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിൻ്റെ ഓഹരി നീ മറന്നു പോകേണ്ടതില്ല. നമ്മുടെ കച്ചവടമോ കൃഷിയോ PSC എഴുതാനോ ജോലി നേടാനോ അതൊന്നും ഒഴിവാക്കേണ്ടതില്ല. അത് നിന്റെ ദുനിയാവിലെ ഓഹരിയാണ്. പക്ഷെ നീ ഇങ്ങോട്ട് വന്നത് ഒരു കച്ചവടക്കാരനാകാനല്ല, ഒരു വലിയ വീടുണ്ടാകാനല്ല, അല്ലെങ്കിൽ നിനക്കൊരു വലിയ വാഹനമുണ്ടാകാനല്ല, ഒരു മകളെ കെട്ടിക്കാൻ വന്നവനല്ല നീ. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു പോകുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങോട്ട് വന്നത് സ്ഥിരമായ ജീവിതം, ആ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, അവിടെ പ്രയാസങ്ങളും അല്ലലും അലട്ടലും ഇല്ലാതെ മഹാന്മാരായ അമ്പിയാക്കന്മാരോടൊപ്പം, ഔലിയാക്കന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുചേരുക എന്ന അതിമഹത്തായ ഒരു ലക്ഷ്യം നേടിയെടുക്കാനാണ് നാം ഇങ്ങോട്ട് വന്നത്. സഹോദരീ സഹോദരന്മാരെ, ഈ ബോധ്യം നമുക്ക് എങ്ങനെ കിട്ടും? മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം നമുക്ക് എങ്ങനെ കിട്ടും? അത് നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ടതില്ല. കൂരിരുട്ടിലായിരുന്ന, വ്യഭിചാരവും മദ്യപാനവും അതേപോലെ തന്നെ യുദ്ധവും കൊലപാതകവും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിത സമൂഹം ആ ഇരുണ്ട അറേബ്യയെ, ആ നാടിനെ വെറും 23 കൊല്ലം കൊണ്ട്, നമ്മളൊക്കെ ഈ ലോകത്ത് ജനിച്ചിട്ട് നമുക്ക് എത്ര വയസ്സായി? നമുക്ക് ബോധമെത്തിയിട്ട് എത്ര വർഷമായി? ഒരുപക്ഷെ 2, 3, 23 കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ വെറും 23 കൊല്ലം കൊണ്ട് എന്നും ലോകത്തിന് മാതൃകയാകുന്ന ഒരവസ്ഥയിലേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചത് അവിടുത്തെ തന്ത്രം കൊണ്ടല്ല, അവിടുന്ന് സംസാരിക്കാനുള്ള ശേഷി കൊണ്ടല്ല, മറിച്ച് അവിടുന്ന് ഉപയോഗിച്ച റബ്ബ് കൊടുത്ത ആയുധം കൊണ്ടാണ്. ആ ആയുധം റസൂലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവ്, കൊണ്ടുവന്ന ഇസ്ലാം സത്യമാണ് എന്നതിൻ്റെ തെളിവ്, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ് എന്നതിൻ്റെ തെളിവ് ആ വിശുദ്ധ ഖുർആൻ തന്നെയായിരുന്നു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, നമ്മുടെ അടിമക്ക് നാം ഇറക്കിയതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ അതുപോലൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞത് മലയാളികളായ നമ്മളോട് മാത്രമല്ല. അന്നത്തെ കാലത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ അവിടുത്തെ ശത്രുക്കളിൽ ശക്തമായി ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു, മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു.
അവരൊക്കെ അറബി ഭാഷയിൽ അഗ്രഗണ്യന്മാരാണ്. ഇന്നും നമുക്ക് ലഭിക്കുന്ന അറബിക്കുമായി ബന്ധപ്പെട്ട പല ഡിക്ഷണറികളും മുസ്ലിങ്ങൾ തയ്യാറാക്കിയതല്ല. അത്രമാത്രം അഗാധ ജ്ഞാനം അറബി ഭാഷയിലുള്ള അവരോടാ പറയുന്നത്, ഒരധ്യായം കൊണ്ടുവരൂ, ഇസ്ലാം പിരിച്ചുവിടാലോ. നമ്മുടെ അടിമക്ക് നാം ഈ കൊടുത്തതിൽ നിങ്ങൾക്ക് വല്ല സംശയം, ഒരൊറ്റ അധ്യായം കൊണ്ടുവന്നാൽ മതി, പ്രശ്നം തീർന്നു. എത്ര ധൈര്യമാണ്, ആലോചിച്ചു നോക്കൂ. ഇന്നും ഇന്ന ഔതൈനാകൽ കൗസർ എന്ന് തുടങ്ങുന്ന ആ ചെറിയ അധ്യായം സൂറത്തുൽ കൗസർ നമ്മൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിലേക്ക്, അറബി പത്രത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു ആഡ്, അതിന്റെ താഴെ എഴുതി, ഇതിന് സമാനമായ 3 ആയത്തുകൾ ആരെങ്കിലും അയച്ചു തന്നാൽ ഇസ്ലാം പിരിച്ചുവിടുന്നതാകുന്നു. ഇന്നും ഇപ്പോഴും പറയാം, സാധ്യമല്ല. എന്നിട്ട് ജൂതന്മാർ ശ്രമിച്ചു. അവർ ശ്രമിച്ച് തയ്യാറാക്കിയത് ജനങ്ങളോട് പറയാൻ ജൂതന്മാർ എന്നെ സമ്മതിച്ചില്ല. അൽ ഫീലു മൽ ഫീൽ വമാ അദ്റാക മൽ ഫീൽ. ആന എന്താണെന്ന് നിനക്ക് എന്തറിയാന്ന് ആൾക്കാർ, മനുഷ്യന്മാരെ കേൾപ്പിക്കണ്ട. വലിയ കഴിവുള്ള അറബി ഭാഷയെ കഴിവുള്ള ജൂതന്മാർ ഉണ്ടാക്കി നോക്കുമ്പോൾ ഖുർആനിലെ വേറെ അധ്യായം പോലെ ഉണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഈ വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ പറഞ്ഞ ഉടനെ വിശുദ്ധ ഖുർആൻ നരകത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അടിമക്ക് നാം ഇറക്കിയത് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലൊരു അധ്യായം കൊണ്ടുവരാൻ കഴിയൂലെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകം ആ സംശയാലുക്കൾക്ക് ലഭിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ തുടർന്ന് പറയുന്നത്. അപ്പോൾ തീരുമാനമെടുക്കാനും ബോധ്യമാകാനും പറ്റിയ സമയത്തിലൂടെയാണ്, പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിശുദ്ധ ഖുർആൻ എന്നത് ഓതണം, പഠിക്കണം, അത് കാണാതെ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് നമുക്ക് പരലോകം ബോധ്യമാവുക, ഇസ്ലാമാണ് സത്യം എന്ന് ബോധ്യമാവുക എന്നതാണ്. ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്നാൽ ഖുർആനിൽ ധാരാളം ശാസ്ത്ര പരാമർശങ്ങളുണ്ട്. ഉദാഹരണമായി 16-ാം അധ്യായമായ സൂറത്ത് നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ തേനീച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും സ്ത്രീലിംഗം പ്രയോഗിച്ചു. ഫസ്ലുകീ, എല്ലാ സ്ഥലത്തും വന്ന സ്ത്രീലിംഗം പ്രയോഗിച്ചു. ഇന്ന് സോളജി പഠിക്കുന്ന കുട്ടികൾക്കറിയാം, തേനീച്ചയുമായി ബന്ധപ്പെട്ട കൂടുണ്ടാക്കലാകട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പെൺതേനീച്ചകളാണ്. സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത നിരക്ഷരനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സത്യം ഒരിക്കലും അവിടത്തേക്ക് അറിയില്ലല്ലോ. ഇത് മാത്രം വെച്ച് ഒരാൾക്ക് ഇത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല, അത് ഉറപ്പിക്കാൻ വേറൊന്നും വേണ്ട. ഒരു ഉദാഹരണം മാത്രം. വിരൽത്തുമ്പിനെ കുറിച്ച്, നിങ്ങളുടെ വിരൽത്തുമ്പിനെ നാം തയ്യാറാക്കിയില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ആ ഒരാളുടെ വിരൽത്തുമ്പിന് സമാനമായി മറ്റൊരാളുടെ വിരൽത്തുമ്പ് ലോകത്തെവിടെയുമില്ല. അത് കഴിഞ്ഞ ഉടനെ പറയാണ്, അത് ചെയ്ത പടച്ചോനാണോ നുരുമ്പിച്ച എല്ലുകളെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ പണി? നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ വനഹാ. നിങ്ങളെ സൃഷ്ടിക്കാനാണോ പ്രയാസം, അതല്ല ആകാശങ്ങളെ സൃഷ്ടിക്കാനാണോ പ്രയാസം? ബനാഹ, അതിനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അത് മനസ്സിലാകില്ല. ആകാശത്തെക്കുറിച്ചത് പഠിക്കാൻ ശ്രമിക്കണം. ഒരൊറ്റ സൂര്യന്റെ വലിപ്പം മാത്രം എടുത്താൽ 13.5 ലക്ഷം ഭൂമികൾ സൂര്യനിൽ കൊള്ളും. അതൊരു ചെറിയ നക്ഷത്ര, അതിനേക്കാൾ വലിയ എത്രയോ നക്ഷത്ര സമൂഹങ്ങളുണ്ട്. ആ ആകാശത്തെ സൃഷ്ടിച്ച റബ്ബിനാണോ ഈ പുഴുവിന്റെ അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പുഴുവിന്റെ വലിപ്പം പോലും ഇല്ലാത്ത നമ്മളെ പടച്ചോനെ എങ്ങനെയാ രണ്ടാമത് സൃഷ്ടിക്കുക എന്ന് സംശയിച്ച് നടക്കുക ചില വിവരമില്ലാത്തവർ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിലൂടെ സഹോദരന്മാർക്ക് നമുക്ക് പരലോകം ബോധ്യമാകണം. എല്ലാവരും നിങ്ങൾ ഇളകിങ്ങിരിക്കുക. ഉറക്ക് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. സാധാരണ വെള്ളിയാഴ്ച ഉച്ചക്കാരും ഉറങ്ങൂല. പക്ഷെ നോമ്പൊക്കെ ആകുമ്പോൾ ഒരു AC ഒക്കെ കിട്ടുമ്പോൾ കുത്തുബൊക്കെ കേൾക്കാന്ന് വിചാരിച്ച് വന്നായിരിക്കും. പക്ഷേ എന്താന്ന് ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഉറങ്ങിപ്പോയി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തടുത്ത ആൾക്കാരൊന്ന് തൊട്ടി കൊടുത്താൽ മതി. ശരി. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, മരണാനന്തര ജീവിതത്തെ നമുക്ക് ബോധ്യമാകാൻ വിശുദ്ധ ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധം, എപ്പോഴെങ്കിലുമുള്ള ബന്ധമല്ല, നിരന്തരമായ ബന്ധം നമുക്ക് ആവശ്യമാണ്. കാരണം
പരലോകത്ത് ഒരു രംഗം വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 30-ാമത്തെ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നു. എന്താണത്? പരാജയം ഏറ്റുവാങ്ങിയ ആളുകൾ. ആ പരാജയം പരലോകത്തെ പരാജയമാണ്. ആ പരാജയം ഏറ്റുവാങ്ങിയ ധാരാളം കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട തോറ്റുപോയ ആളുകൾ, ജീവിതത്തിൽ തോറ്റുപോയി, സ്വർഗം കിട്ടിയില്ല. അത്തരം ആളുകൾ നരകത്തിലേക്ക് നീങ്ങുന്നു. ഭീകരമായ രംഗം. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സന്ദർഭത്തിൽ സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു തന്ന, നരകരക്ഷയുടെ മാർഗം കാണിച്ചു തന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റബ്ബ്, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, നിശ്ചയം എൻ്റെ സമുദായം. ഈസാ നബിന്റെ സമുദായം അല്ല, അവരവിടെ ഉണ്ട്. മൂസാ നബിന്റെ സമുദായം ഉണ്ട്, ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ റസൂലുള്ളയുടെ സമുദായം, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, അവർ ഈ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു, അഗണ്യമായി തള്ളിക്കളഞ്ഞു. നോക്കൂ, പരാജയത്തിന്റെ കാരണം ഒരൊറ്റ ആയത്തിൽ. ഇതിന്റെ വിശദീകരണം മറ്റു ധാരാളം ആയത്തുകളിൽ പരാജയത്തിന്റെ കാരണങ്ങൾ കാണാം. പക്ഷെ അടിസ്ഥാനപരമായ ഒരൊറ്റ കാരണം, ഞാനും നിങ്ങളും തോറ്റുപോകാൻ കാരണമാകുന്ന അടിസ്ഥാനം വിശുദ്ധ ഖുർആനിനെ പരിഗണിച്ചില്ല എന്നതാണ്. പരിഗണനയുടെ എതിർപദം, അവഗണനയുടെ എതിർപദം പരിഗണിക്കുക എന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തീരുമാനം നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഉയർന്നു വരേണ്ട ഏറ്റവും സുപ്രധാനമായ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. അതെ, ആ മുബാറക്കായ ഗ്രന്ഥം, അനുഗ്രഹീതമായ ഗ്രന്ഥം. എന്തിനാണത്? ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പഠനം കേവലം ഒരായത്തും അതിൻ്റെ അർത്ഥവുമല്ല. അത് പ്രധാനമാണ്. ഒരാശയം ഒരു പ്രാവശ്യമെങ്കിലും അറിയൽ വളരെ പ്രധാനമാണ്. അതിനപ്പുറത്ത് സഹോദരീ സഹോദരന്മാരെ, നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത്, അതിൻ്റെ അർത്ഥവും എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നു, അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പഠിക്കുന്നു, അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കുന്നു. അങ്ങനെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാം സത്യമാണ്, നരകം സത്യമാണ്, അതേപോലെ തന്നെ ഖബർ ശിക്ഷ സത്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ അതാണ് ലിയദ്ദബ്ബറു ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ ചിന്തിച്ചു നോക്കുന്നതിന് വേണ്ടി. അപ്പോൾ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. വിശുദ്ധ ഖുർആനുമായി ഒന്ന് അടുത്തിടപഴകണം. ഖുർആനിനെ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച പണ്ഡിതന്മാർ 3-4 മണിക്കൂറുകൾ ഓരോ ദിവസവും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു. അവരെന്തായിരിക്കും പഠിക്കുന്നത്? അപ്പൊ അത്രമാത്രം. കാരണം വിശുദ്ധ ഖുർആൻ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അള്ളാഹുവിന്റെ കലാമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടി എന്നല്ല, കലാം, അള്ളാഹുവിന്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അതിൻ്റെതായ മഹത്വം അതിന് കൊടുത്തുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി എതിർത്ത ആളുകൾ, അവര് പാത്തും പതുങ്ങി എന്താ ഈ ആൾ പറയുന്നത്, അവർ ഇരുട്ടിന്റെ മറവുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ പിന്നെ അവർ ഒളിഞ്ഞിരുന്ന് കേൾക്കൽ പതിവായി. അങ്ങനെയാണ് അവർ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരിക്കലും മുഹമ്മദുൻ റസൂലുള്ളാഹിയുടെ വാചകങ്ങൾ അല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം റസൂലുള്ളയെ കൊല്ലാൻ തയ്യാറായ, റസൂലുള്ളക്കെതിരെ മക്ക മുഴുവനും
ആഹ്വാനം നൽകിയ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ഖുർആൻ കേട്ടിട്ടാണ്. അപ്പൊ അവർക്കറിയാം, റസൂലുള്ളാഹി അവർക്കറിയാം, ഒരിക്കലും റസൂലുള്ളാഹിക്ക് ഇങ്ങനെയുള്ള വാചകങ്ങൾ അവതരിപ്പിക്കാൻ സാധ്യമല്ല എന്നും അവർക്കറിയാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലുകളിൽ ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട് വിശുദ്ധ ഖുർആൻ ലഭ്യമാകുന്ന. അതിൽ നമുക്ക് ഓഡിയോ കിട്ടും, വീഡിയോ കിട്ടും, അർത്ഥം കിട്ടും, തഫ്സീർ കിട്ടും, ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. ഏതായാലും എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്. ആ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നമ്മൾ എങ്ങോട്ട് തിരിയുന്നു എന്നതാണ് പ്രധാനം. അത് പോസിറ്റീവാക്കി മാറ്റി വിശുദ്ധ ഖുർആനുമായുള്ള അഭേദ്യമായ ബന്ധം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ്? മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവരാണ്. വഅല്ലമഹു, അതിനെ പഠിപ്പിക്കുന്നവരുമാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടണം, അല്ലെങ്കിൽ രണ്ടിലും പെടണം. ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്നവർ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെടണം. ഈ ഖുതുബ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മളോട് ഒരാളുടെ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം എന്താണ്? നിങ്ങൾ ഇപ്പൊ എങ്ങനെയാ ഖുർആൻ പഠിക്കുന്നത്? ഞാനോ അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ ഖുതുബൊക്കെ അങ്ങനെ പോരാ. ഞാനിപ്പോ സൂറത്തു ത്വാഹയാണ് പഠിക്കുന്നത്, ഞാൻ സൂറത്ത് യൂസുഫാണ് ഇപ്പൊ പഠിക്കുന്നത്, ഞാൻ സൂറത്ത് യാസീനാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നമുക്കതിന് സംവിധാനം, ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇശ കഴിഞ്ഞ് വെക്കാൻ കാരണം, പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീകളെ കൂടി, കുടുംബത്തെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഖുർആൻ കുടുംബസമേതം പഠിക്കുന്ന ഖുർആൻ മക്കളൊക്കെ കേൾക്കണ്ടേ, ഭാര്യ കേൾക്കണ്ടേ, ഭർത്താവ് കേൾക്കണ്ടേ, എല്ലാവരും കേൾക്കാൻ. അത് ഇവിടുത്തെ ഒരു സംവിധാനമാണ്. അപ്പൊ നമ്മുടെ ഒക്കെ നാടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കൂട്ടുകാരോട് ഒത്തുചേർന്ന് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം. അത് നാട്ടുകാരെ പഠിപ്പിക്കാനല്ല, അവർ പഠിച്ചോട്ടെ. ലക്ഷ്യം എനിക്ക് പഠിക്കണം, എൻ്റെ മകന് പഠിക്കണം, എൻ്റെ ഭാര്യക്ക് പഠിക്കണം എന്നാകണം. എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പരാതി നമ്മുടെ വീട്ടുകാർ ഇസ്ലാമിക ഡ്രസ്സ് ധരിക്കുന്നില്ല എന്നതാണോ? ആ പരാതിക്ക് പരിഹാരം എന്തുകൊണ്ട് ഇസ്ലാമിക് ഡ്രസ്സിങ് എന്നവർക്കറിയില്ല. അതുകൊണ്ടാണ്, ആ അർത്ഥത്തിൽ അവർ നിരപരാധികളാണ്. അതിൻ്റെ പ്രാധാന്യം അവർക്കറിയില്ല. വിശുദ്ധ ഖുർആൻ അവരെ മാറ്റും, ആ സമൂഹത്തെ മാറ്റിയതുപോലെ മാറ്റും. മദ്യത്തിന്റെ നിരോധനത്തിന്റെ ആയത്ത് വന്നപ്പോ അവർ വായിലേക്ക് കൈയിട്ടു, എന്നിട്ട് പരമാവധി പുറത്തേക്ക് എടുക്കാന്നുള്ള ഛർദ്ദിച്ചു കളഞ്ഞു. കാരണം നിരോധിച്ചു, അള്ളാഹ് നിരോധിച്ചു, ഖുർആൻ നിരോധിച്ചിരിക്കുന്നു പറഞ്ഞാൽ പിന്നെ അതുകൂടി കുടിച്ചത് കൂടി ആവട്ടെ എന്നല്ല. അപ്പോ സമൂലമായ മാറ്റം, അടിസ്ഥാനപരമായ മാറ്റം, അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒരു പക്ഷേ നമ്മളൊക്കെ സ്വകാര്യമായി വിഷമിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാകും, തെറ്റുകളുടെ, കുറ്റങ്ങളുടെ, പാപങ്ങളുടെ പേരിൽ. സഹോദരി സഹോദരന്മാരെ, ആ പാപം നമ്മൾ ഒഴിവാക്കും. അത് ഒഴിവാക്കാൻ ആവശ്യമായ ആയത്ത് നമ്മളൊന്ന് കേട്ട് കിട്ടണ്ടേ? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കാൻ, അതിൻ്റെ പാരായണം നമുക്കറിയാം, അതോടൊപ്പം അതിൻ്റെ പഠനം, വിശുദ്ധ ഖുർആൻ വെച്ച് ചിന്തിച്ച് പഠിച്ച്, തഫ്സീറുകൾ, മുഹമ്മദ് അമാനിമാരുടെ ഖുർആൻ പരിഭാഷ ലോകത്തറിയപ്പെടുന്നു. അതിന് കാരണം എന്താ? മുഹമ്മദ് അമാനിയുടെ ഖുർആൻ പരിഭാഷ അദ്ദേഹത്തിനൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ്. ആ പണ്ഡിതന്റെ ഒപ്പം സഹായിച്ച 3 പണ്ഡിതന്മാരുടെ ഒരഭിപ്രായവും അതിലില്ല. മറിച്ച് ആ ആയത്ത് സംബന്ധിച്ച് മഹാന്മാരായ സ്വഹാബികൾ മുതൽ മുൻഗാമികൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് വല്ലാഹു ആലം, അതാണ് ആ പരിഭാഷയുടെ പ്രത്യേകത. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അഗാധമായ പഠനം മൂലം നമുക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി. എല്ലാവരും അത്ഭുതപ്പെട്ടു. മറ്റു പാമ്പുകളെ, മജീഷ്യന്മാരുണ്ടാക്കിയ മറ്റു പാമ്പുകളെ അത് വിഴുങ്ങിക്കളഞ്ഞു. അപ്പോഴാണ് മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വന്ന മജീഷ്യന്മാർക്ക് മനസ്സിലായത്, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതുപോലുള്ള പാമ്പല്ല. കാരണം മാജിക് കൊണ്ടുണ്ടാക്കുന്ന ഒരു പാമ്പിന് വേറെ പാമ്പിനെ വിഴുങ്ങാൻ പറ്റൂല. അവിടുന്ന് അവർ പ്രഖ്യാപിച്ചു, ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ആരുടെ മുമ്പ് ഈ പ്രഖ്യാപിക്കുന്നത്? ഫറോവയുടെ മുമ്പിൽ വെച്ച്. ആ ഫറോവയുടെ പിന്നെ സമ്മാനം കിട്ടാനും പദവി കിട്ടാനും പണം കിട്ടാനാ
തഫ്സീൽ കാണാൻ ഇന്ത്യയിൽ നിന്ന് വരെ ഇന്ന് ഈജിപ്തിൽ ആള് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരെ, അന്നത്തെ ഇന്ത്യയിൽ നിന്ന്. അത്രമാത്രം വലിയ ഭരണകൂടത്തിന്റെ മുമ്പിൽ വെച്ച് അവർ പ്രഖ്യാപിച്ചു. ആര്? ഫറോവയെ പരാജയപ്പെടുത്താൻ വന്നവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, ഈ 2 പ്രവാചകന്മാരിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് ഫറോവ പറഞ്ഞത്? ഖബല അൻ ആദനലക്കും, ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാതെ നിങ്ങൾ മൂപ്പർക്ക് തോന്നുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റിയ തെളിവാണ്, ഞാൻ സമ്മതം തരേണ്ട മനുഷ്യന്മാർ, എന്നിട്ടല്ലേ വിശ്വസിക്കല്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ ഛേദിച്ചു കളയും, ഒരു കൈ മറുഭാഗത്തുള്ള കാല് കണക്കം ചെയ്യും, വല ഉസല്ലിബന്നക്കും അജ്മഈൻ, നിങ്ങളെ ക്രൂശിച്ചു കളി. പറഞ്ഞതാ, രാജാവാ പറയുന്നത്. എന്താ അവരുടെ മറുപടി? ഖാലൂ ലാ ളീർ, ഒരു വിരോധവുമില്ല, നീ ഞങ്ങളെ കയ്യോ കാലോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നവരാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അതുകൊണ്ട് ഈ കയ്യോ കാലോ എന്ത് വേണമെങ്കിലും ചെയ്തോ, സത്യം ഞങ്ങൾക്ക് ബോധ്യായി. ഈ ഒരു ബോധ്യം ഉണ്ടല്ലോ സഹോദരന്മാരെ, ഇതാണ് റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് നേടിയെടുക്കുമ്പോൾ റമളാനിന്റെ മർമ്മത്തിൽ നമ്മൾ എത്തും. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ചങ്ങാതിയായി മാറാൻ, വിശുദ്ധ ഖുർആനെ സ്വാഹിബായി സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആനിന്റെ ആളുകൾക്ക് ഖുർആൻ നാളെ ഷഫീആയി, ശുപാർശകനായി നാളെ പരലോകത്ത് വരും. ചില റിപ്പോർട്ടുകളിൽ മനഅതുഹു നൗമു ബില്ലൈൽ, ഞാനാണ് അവന്റെ ഉറക്കിന് തടസ്സമായത്. ഖുർആൻ പറയാണ്, പടച്ചോനെ, ഈ ഖുർആനാകുന്ന ഞാനാണ് ഈ മനുഷ്യന്റെ ഉറക്കിന്, ദീർഘമായ തറാവീഹ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആഗ്രഹം, പടച്ചോനെ ഖുർആൻ ഷഫാഅത്ത് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ലോകത്ത് ആ ഷഫാഅത്ത് എനിക്ക് തരണമേ എന്നതാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച് പരലോകത്തെ നമുക്ക് ബോധ്യപ്പെട്ട് ജീവിതത്തിന്റെ നിലപാട് മാറാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനും നമ്മുടെ ജീവിതവും, മഹാന്മാരായ സ്വഹാബികൾ 10 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർ പഠിച്ചാൽ അവിടെ നിർത്തും. അതിൻ്റെ അർത്ഥം 11ാമത്തെ ആയത്തവർ പാരായണം ചെയ്യില്ല എന്നല്ല, മറിച്ച് ആ 10 ആയത്തുകൾ അവരുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആ 10 ആയത്തുകൾ പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 10 ആയത്തുകളുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടത് എന്നവർ ചിന്തിക്കും. അതിനുശേഷം അവർ അടുത്ത ഭാഗത്തേക്ക് പോകും. ഇത് വിശുദ്ധ ഖുർആൻ ജീവിതവുമായി ബന്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു രീതിയാണ്. പഠിച്ച, മനസ്സിലാക്കുന്ന, അർത്ഥം പഠിക്കുന്ന ആയത്തുകൾ എൻ്റെ ജീവിതത്തെ അതെങ്ങനെ അത് സ്വാധീനിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അതിനെതിരായി എന്തെങ്കിലും ഉണ്ടോ? നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ കൽപ്പനകൾ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം. ആ നിർദ്ദേശങ്ങൾ, അഖീമുസ്സലാഹ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. റമളാനിൽ മാത്രം അവിടെ ഇല്ല, റമളാനിൽ മാത്രം അവിടെ ഇല്ല. ജീവിതത്തിലുടനീളം റബ്ബുമായുള്ള അഭിമുഖ സംഭാഷണത്തെ നിങ്ങൾ നിലനിർത്തണം. അഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനല്ല, മറിച്ച് നിയമപ്രകാരം, നിർദ്ദേശപ്രകാരം, സമയക്രമം അനുസരിച്ച് നിസ്കരിക്കുന്നതിനാണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നിർവഹിക്കുന്നതിനാണ് അഖീമുസ്സലാ എന്ന് പ്രയോഗിക്കുക.
അപ്പൊ സഹോദരി സഹോദരന്മാരെ, നമ്മളിപ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര സ്ഥലത്താ ഖീബുസ്സലാന്ന് കാണുന്നത്? ശരി, ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ? നമുക്ക് നമസ്കാരം ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന അവസ്ഥ ജീവിതത്തിലുണ്ടോ? അത് തിരിച്ചെടുക്കണം. ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മയാകാം. യാത്രയിലെ നമസ്കാരത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ, രോഗിയുടെ നമസ്കാരത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ, അറിവില്ലായ്മ കാരണത്താൽ നമ്മൾ നമസ്കരിക്കാത്തവരായി പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അതിന് പരിശ്രമിക്കണം. ബോധമുള്ള ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു പൈപ്പിലൂടെ മൂത്രവും മറ്റൊരു പൈപ്പിലൂടെ മലവും പോകുന്ന അവസ്ഥയിലും ബോധമുണ്ടോ, നമസ്കാരം ഉപേക്ഷിക്കാൻ ആ കിടത്തത്തിൽ തയമ്മം ചെയ്തുകൊണ്ട് മനസ്സിലോർത്തെങ്കിലും നിസ്കരിച്ചേ പറ്റൂ. ഒരു തരത്തിലുള്ള ഇളവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമസ്കാരം ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് വരാൻ കാരണം ഖുർആനിലൂടെ പരലോകത്തെ ബോധ്യപ്പെടുന്നിടത്ത് നമുക്ക് പറ്റിയ പരാജയമാണോ? 68 സ്ഥലങ്ങളിൽ, വിശുദ്ധ ഖുർആനിൽ 68 സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്താണ് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്. അവർ സക്കാത്ത് നിർവഹിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. അത് ഫർലായ കാര്യമാണ്, ഇസ്ലാം കാര്യത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ സക്കാത്തിന്റെ വിഷയത്തിൽ പടച്ചോനെ പരലോകത്ത് ഞാൻ തോറ്റുപോകുമോ? നമുക്കുണ്ടാകേണ്ട ഭയമാ. ആത്തു സക്കാന്ന് ഇങ്ങനെ ഓതിപ്പോവുക. പടച്ചോനെ, എൻ്റെ ഭാര്യന്റെ സ്വർണത്തിന്റെ കാര്യം, ആ ഫ്ലാറ്റുകളുടെ കാര്യം, ആ ലാഭത്തിന്റെ കാര്യം ഒന്ന് കണക്ക് കൂട്ടേണ്ടതില്ലേ? അപ്പോ ഖുർആൻ നമ്മൾ അവിടെ പിടിച്ചു നിർത്തും. നിക്ക്, അടുത്തത് ഓതാൻ അവിടെ നിക്ക്. ഇതിലെന്താ അവസ്ഥ? കാരണം അത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത മനുഷ്യന്മാരാ സഹാബികള്. ചില ആൾക്കാർ ഒരു സഹാബികളും മനുഷ്യന്മാരാ, നമ്മളും മനുഷ്യന്മാരാ, അവർ ചിന്തിച്ചു നമ്മളും ചിന്തിച്ചു. അല്ല, വ്യത്യാസമുണ്ട്. മനുഷ്യന്മാരാകുന്ന കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല, മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും റളിയല്ലാഹു അൻഹു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുമാറാകട്ടെ. പക്ഷേ പ്രഖ്യാപനം കഴിഞ്ഞു. അതാണ് വലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബാക്കളെ നിങ്ങൾ ചീത്ത പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഉഹുദ് മലയോളം ചെലവഴിച്ചു, അവരൊരു മുദ്ദേ ചെലവഴിച്ചുള്ളൂ, എങ്കിൽ അവരുടെ ആ മുദ്ദാണ് വലുത്. അത്രമാത്രം ത്യാഗം സഹിച്ച് ഹിജറ പോകുന്ന സഹാബികളെ കുറിച്ച് അറിയാലോ. അവരുടെ ഇണകളെ അടക്കം നാട്ടിൽ ഉപേക്ഷിച്ച്, മുഴുവൻ സമ്പത്തും ഉപേക്ഷിച്ച് വെറും കൈയോടുകൂടി പോകണമെങ്കിൽ പരലോകമല്ലാത്ത എന്താണ് അവരുടെ പിന്നിലുള്ളത്? പരലോകമല്ലാത്ത എന്താണ് അവരുടെ പിന്നിലുള്ളത്? അള്ളാന്റെ റസൂലാകുന്ന അന്ന് റസൂൽ വലിയ മുതലാളിയൊന്നല്ലല്ലോ. ആ റസൂലുള്ളയോടൊപ്പം ചേർന്ന് നടന്നു പോവാണ് മദീനയിലേക്ക്. എന്താണ് അവരുടെ പ്രേരണ? സഹോദരി സഹോദരന്മാരെ, ആ പ്രേരണയാണ് സക്കാത്ത് കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. സക്കാത്ത് കൊടുക്കുന്നവർ ഒരിക്കലും ഭയപ്പെടണ്ട. നമ്മൾ കൊടുത്ത സമയം മുതൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയിട്ട് പരലോകത്ത് ഉഹുദുമലയോളം വളർത്തിയിട്ട് നമുക്ക് തിരിച്ചു തരും. അപ്പൊ സക്കാത്ത് കൊടുത്താൽ പോയി എന്ന് കരുതരുത്. 1,00,000 രൂപ നിസാബത്തതിന് ശേഷം നമ്മൾ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ 1,00,000 രൂപ നമ്മുടെ അടുത്ത് ബാക്കിയുണ്ടെങ്കിൽ അതിൽ ആ 1,00,000 രൂപയിൽ 2,500 രൂപ നമ്മുടേതല്ല. 2.5% അത് നമ്മൾ മാറ്റി വെക്കണം. ആ 2,500 മാറ്റി വെക്കുമ്പോൾ നമുക്കത് നഷ്ടമാകുന്നില്ല. അത് നഷ്ടമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് സ്വർണത്തിന് ഇപ്പൊ വില കൂടി, ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആകെ പ്രയാസം. എന്തിനാ പ്രയാസമാകുന്നത്? സഹോദരിമാർ ശ്രദ്ധിക്കുക. ആരുടെ അടുത്താണോ സ്വർണമുള്ളത് അവർക്കാണ് ബാധ്യത. ഉപ്പ പറയും, മോളെ ഞാൻ തന്നിനിപ്പോ ഞാൻ സക്കാത്തോട് കൊടുക്കണം. ഭർത്താവ് പറയും, എന്നെ കൊണ്ട് കയ്യിലിട്ടോന്ന്. അതിന്റെ ബാധ്യത ആർക്കാണ്? ആരുടെ അടുത്താണോ ആഭരണമുള്ളത് അവർക്കാണ് അതിന്റെ ബാധ്യത. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടത് പ്രയാസപ്പെട്ടുകൊണ്ടല്ല, സക്കാത്ത് കൊടുക്കേണ്ടത് തെളിഞ്ഞ മനസ്സോടുകൂടി. അൽഹംദുലില്ലാഹ്, പടച്ചോൻ എനിക്ക് സാമ്പത്തിക സുസ്ഥിതി നൽകിയോണ്ടല്ലേ എനിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റിയത്. സക്കാത്ത് വാങ്ങുമ്പോ സൊല്ലി അലൈഹിം ന്നാ ഖുർആൻ പറയാണ്. നിങ്ങൾ സക്കാത്ത് ആരോടെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ, പൈസ ഇട്ട് കൊടുക്കുമ്പോൾ മനുഷ്യനൊരു വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ പ്രാർത്ഥിക്കണം എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് രക്ഷ തരട്ടെ, ഗുണം നൽകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അതുകൊണ്ട് നോമ്പും സക്കാത്തും തമ്മിൽ നേരിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ പലപ്പോഴും സക്കാത്തിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യമൊക്കെ വരാറുള്ളത് നോമ്പിനാണ്. അതുകൊണ്ട് സക്കാത്ത് സന്തോഷത്തോടെ സംതൃപ്തിയോടെ സക്കാത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് കഴിയില്ല,
പരലോകം ബോധ്യമായില്ലെങ്കിൽ. അതാണ് പോയിന്റ്. ഒരിക്കലും സക്കാത്ത് സംതൃപ്തിയോടുകൂടി ചെയ്യാൻ കഴിയില്ല പരലോകം ബോധ്യമായില്ലെങ്കിൽ. പരലോകം ഉണ്ടെന്ന് ഉറപ്പായാൽ ഒരു പ്രശ്നവുമില്ല. അതാണ് യഥാർത്ഥ ലോകം. ഇത് സഹോദരന്മാർ, എവിടെ ആരാ ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റി ആരാപ്പ ഇവിടെ ഉള്ളത്? എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളുമാണ് ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ. അള്ളാഹു നമുക്കെല്ലാം തീർത്തു തരുമാറാകട്ടെ. ഈ വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് മരിച്ചുപോയാൽ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അനീതി മറ്റുണ്ടോ? ഇതിനേക്കാൾ വലിയ അനീതി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് മാലിക്കി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. അതുകൊണ്ട് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. പോരിൻ, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പോരിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയിലും തെറ്റിൽ ചെന്ന് പെടല്ലേ, ഒരു പ്രതിസന്ധിയിലും വഴിതെറ്റി പോകല്ലേ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബ് പറയുന്നു, ഒരു ക്ഷണക്കത്ത് കൊടുത്തച്ചു, ഇങ്ങോട്ട് പോരിൻ. നമ്മൾ നിശ്ചയിച്ച അവധി വരെ ഇവിടെ ജീവിക്കണം. എന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതും വേണ്ട. ആ നിശ്ചയിച്ച അവധി വരെ ഇവിടെ ജീവിക്കണം. അത് കഴിഞ്ഞാൽ അതോടുകൂടി ആ അവധിക്കിടയിൽ നമ്മൾ സഹിച്ച ടെൻഷന് കൂലി, നമ്മൾ സഹിച്ച വേദനക്ക് കൂലി. രോഗികൾക്ക് ആശ്വാസമാണ് ഇസ്ലാം, മുറിവ് പറ്റിയവർക്ക് ആശ്വാസമാണ് ഇസ്ലാം, ദരിദ്രർക്ക് ആശ്വാസമാണ് ഇസ്ലാം. അവർക്കൊക്കെ ഒരു തലയില്ലാത്ത തെങ്ങിന്റെ മുകളിൽ കയറിയതുപോലെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അവിടെ പോയിക്കും ഒന്നുമില്ല, അവിടെ എത്തി പിന്നൊന്നുമില്ല. അങ്ങനെയല്ല ഇസ്ലാം, അങ്ങനെയല്ല മതം. കൃത്യമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ഞങ്ങളാണ്, പ്രവാചകന്മാരാണ്. ഒരൊറ്റ വാക്കുപോലെ നമുക്ക്. ചില ആൾക്കാർ ഭയങ്കര ടെൻഷനാണ്, എന്തൊക്കെ പരീക്ഷണ പടച്ചോനെ. ഒന്നും പ്രശ്നമാക്കണ്ട. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മുത്തായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച അത്ര പട്ടിണി സഹോദരന്മാരെ നമ്മൾ സഹിച്ചിട്ടില്ല. അവിടുന്ന് ഏറ്റത്ര ആക്രമണം നമുക്ക് ഏറ്റിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് അവിടെ എത്തണം. നമുക്ക് നമ്മുടെ റസൂലുള്ളയുടെ കൈപിടിക്കണം. നമുക്ക് റസൂലുള്ളയുടെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരോടൊപ്പം ചേരണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനാകട്ടെ നമ്മുടെ വിശുദ്ധ ഖുർആന്റെ പാരായണം, അതിനാകട്ടെ നമ്മുടെ പള്ളിയിലേക്കുള്ള വരവ്, അതിനാകട്ടെ നമ്മുടെ ദാനധർമ്മങ്ങൾ. അപ്പോൾ ലക്ഷ്യബോധത്തോടുകൂടി റമളാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ, നമ്മൾ എന്തിഷ്ടപ്പെടുന്നുവോ അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യയ്ക്ക് കിട്ടണ്ടേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഉപ്പാക്ക് കിട്ടണ്ടേ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കിട്ടണ്ടേ, നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് കുടുംബസമേതം നമുക്ക് സ്വർഗത്തിൽ പോകണം. അതായിരിക്കണം മുദ്രാവാക്യം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹ്ലുകാരുടെയും ശരീരങ്ങളെ നരകത്ത് നിന്ന് കാത്തിരക്ഷിക്കുക. നരകരക്ഷയുടെ മാർഗം നോക്കൂ. റസൂലുള്ളയും മകളും, അതൊരു വലിയൊരു അധ്യായ, റസൂലും മകളും എന്നുള്ളത്. റസൂൽ മോളോട് പറയാണ്, മോളെ എനിക്ക് എന്താ വേണ്ടത്? അപ്പോ എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ നഫ്സക്ക് മിനനാർ, മോളെ നരകത്ത് നിന്ന് കാക്കണേ, നരകത്ത് നിന്റെ തടി നീ കാക്കണേ. എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയൂല മോളെ. നിന്റെ അമലുകൾ മോശമായാൽ, നിന്റെ ഈമാൻ മോശമായാൽ, നിന്റെ ചിന്താഗതി മോശമായാൽ ഉപ്പാക്കൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് ഈ നഫ്സക്ക് മിനന്നാർ, നിന്റെ തടി നീ നരകത്ത് നിന്ന് കാക്കണം. ദുനിയാവിലും ഒക്കെ എന്താ വേണ്ടത്? എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഉപ്പ തരാം. നോക്കൂ, നബി കരീം സല്ലല്ലാഹു അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ. സൂറത്തു സുമറിൽ അല്ലാഹ് പറയാ, ഒരാളുടെ മേൽ ആ വ്യക്തിയുടെ ഈമാനും അമലൊക്കെ മോശമായിട്ട് അയാൾ നരകത്ത് പോവാണെങ്കിൽ, അയാളുടെ മേൽ അള്ളാന്റെ ശിക്ഷ ഉറപ്പായാൽ, അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, നീയാണോ ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. റസൂലുള്ളാഹിക്ക് കഴിയില്ല ഒരാളെയും നരകത്തിൽ രക്ഷപ്പെടുത്താൻ. കഴിയും റസൂലുള്ള പറഞ്ഞനുസരിച്ച് ജീവിച്ചാൽ. ഹബീബ് കാണിച്ചു തന്ന മാർഗത്തെ നമ്മൾ പിൻപറ്റിയാൽ അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. നമ്മുടെ ഈമാനും അമലും മോശമായാൽ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് നരകത്തിൽ, ഒട്ടേറെ പ്രവാചകന്മാരുടെ ഭാര്യമാർ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ നരകത്തിൽ. മകൻ നമ്മൾ തങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ തങ്ങളെ മോൻ തങ്ങൾ നരകത്തിൽ. ഖുർആൻ പറയാണ്, നിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനല്ല. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? അമ്പിയാക്കന്മാർ നമ്മിലേക്ക് തന്ന മാർഗത്തെ മുറുകെ പിടിച്ചുള്ള.
ഒരു സുബ്ഹാനല്ല നമ്മൾ ചെല്ലുക, ആ കൂലി നമുക്ക് കിട്ടും. വേറൊരാൾ ചില്ലിന്റെ കൂലി നമുക്ക് കിട്ടൂല. കിട്ടണമെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ട് അവർ ചെല്ലണം. അതിന്റെ കാരണക്കാർ നമ്മളാകണമെന്നർത്ഥം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ഹൃദയത്തെ ചലിപ്പിച്ച് അവിടുത്തെ മാലിന്യങ്ങളൊന്നും മാറ്റി അതൊന്ന് ശുദ്ധീകരിച്ച്, ഇനിയുമുണ്ട്, തീർന്നിട്ടൊന്നുമില്ല. 10 ഉള്ളൂ, 10 ഉള്ളൂ. ഇനിയുമുണ്ട് 20ഓളം ദിവസങ്ങൾ. ബോധപൂർവം, വളരെ ബോധപൂർവം. ലീവ് ഉണ്ടോ, 1-2 ദിവസം ലീവ് എടുത്താൽ കുഴപ്പമില്ല. വെള്ളിയാഴ്ച ഒക്കെ കഴിയെങ്കിൽ ലീവ് എടുക്കുക. അവസാനത്തെ 10 ഇപ്പോഴേ ഒരുങ്ങുക. 2027 റമദാൻ നമ്മൾ ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങുക. ഈ അവസാനത്തെ 10 എനിക്കൊന്ന് ഉപയോഗിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിനോടനുബന്ധിച്ച് 2 10 ഈത്തിക്കാഫ് ഇരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറായി. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും തന്നെ ഒരു ആഡിങ് വേണം. ഇത് ഞാൻ പെരുന്നാൾ കഴിഞ്ഞാലും തുടരുന്നു, അത് തന്നെ തീരുമാനിച്ചോളണം. അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മളെ പറ്റിക്കും. പെരുന്നാൾ നോമ്പിന് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ പോകുന്ന പള്ളി, ഈ പള്ളിയിലാണ് ഞാൻ നോമ്പിന് ജമാഅത്തിന് വന്നത്, ഈ പള്ളിയിലായിരിക്കും ഇപ്പോൾ പോവുക, അതിൻ്റെ മുക്കൂടി പോവുക. അങ്ങനത്തെ ഒരാളായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, രാത്രി നമസ്കാരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇബ്ലീസിന് തീരെ ഇഷ്ടമല്ല നമ്മൾ രാത്രി നിസ്കരിക്കുന്നു. അപ്പം അതുകൊണ്ട് തറാവീഹ് നമസ്കാരങ്ങൾ, സുബഹ് ജമാഅത്ത്, പല പള്ളികളിലും സുബഹ് ജമാഅത്ത് ഒന്നാമത്തെ 10 പൂർത്തി നമ്മൾക്ക് ആള് കുറഞ്ഞു. എന്താ ഇവിടെ കുറഞ്ഞ് നിസ്കരിച്ചാൽ പോരെ? ആര് പറഞ്ഞു? ഇബ്ലീസ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. പിശാച് അവരുടെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. അവൻ ആ ദുർമന്ത്രം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എത്ര കാലം ആരോഗ്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കയ്യും കാലൊക്കെ പൊട്ടി പ്രായമായി ബെഡ് കിടക്കുമ്പോൾ സ്വലാത്തു ഹൈറും മിനൻ നൗം പോകാൻ കഴിയൂല. ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ കഴിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ പോയില്ല. അപ്പൊ അതുകൊണ്ട് നഷ്ടം വരുത്തരുത്. എല്ലാ സുന്നത്തുകളും ശ്രദ്ധിച്ചോളണം. റമദാൻ മാസത്തിൽ സകല സുന്നത്തും നമ്മളങ്ങനെ മറിഞ്ഞു വീഴേണ്ട ആൾക്കാരല്ല. ഉറങ്ങാന്നൊക്കെ പറഞ്ഞാൽ, ഉറങ്ങാൻ തീരുമാനിച്ചാൽ നേരെ മിസ്വാക്ക് എടുക്കുക, ബ്രഷ് എടുക്കുക, നേരെ ബാത്റൂമിൽ പോവുക, പല്ല് തേച്ച് വുദൂ ചെയ്ത്, നമസ്കാരത്തിന് എന്ന പോലെ വുദൂ ചെയ്യണം എന്നാണ്. എന്നിട്ട് നമ്മൾ ദിക്റുകൾ ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങേണ്ടത്. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ തേടിപ്പിടിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.